എൻ്റെ ഒരു ജർമ്മനിയിലേക്കുള്ളൊരു ജേണിയെ പറ്റിയിട്ടാണ് ഞാൻ ഡൈപ്പായിരുന്നു. അതുകൊണ്ട് അവർ വെച്ച പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ട് എനിക്ക് റിജക്ഷൻ ആയി വിസ. പിന്നെ അരഞ്ഞ് നിലവിളിച്ച ഒരുപാട് ടോർച്ചർ അനുഭവിച്ചു. എന്നിട്ട് ഞാൻ പിടിച്ചു നിന്നു. എനിക്ക് വീട്ടിൽ പോകാൻ പറ്റത്തില്ല. അങ്ങനെ വിസ കിട്ടി ഗൈസ്. എനിക്കത് ഭയങ്കര സന്തോഷമായി. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ജർമ്മനിയിലേക്കുള്ളൊരു ജേണിയെ പറ്റിയിട്ടാണ്. ഞാൻ എന്തുകൊണ്ട് ജർമ്മനി ചൂസ് ചെയ്തു, എങ്ങനെ ജർമ്മനിയിലെത്തി, ഒരുപാട് സമയമെടുത്തോ, എന്തുകൊണ്ടാണ് ഔ പെയർ ചൂസ് ചെയ്തത്, അതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം കുറച്ച് പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ചേച്ചി ഭയങ്കര ലക്കിയാണ്, ചേച്ചിക്ക് പെട്ടെന്ന് ജർമ്മനിയിൽ എത്താൻ പറ്റിയല്ലോ, ഞങ്ങൾ ഒരുപാട് നാൾ ട്രൈ ചെയ്യുക പക്ഷെ ഒന്നും ശരിയായിട്ടില്ല, ഇതുവരെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ഈ ഒരു ജേണിയെ പറ്റി പറഞ്ഞാൽ ഹോപ്പില്ലാത്ത ആർക്കെങ്കിലുമൊക്കെ ഒരു ഹോപ്പ് ഉണ്ടാവുമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ലക്ഷദ്വീപിലെ മിനിക്കോയ് എന്ന് പറഞ്ഞൊരു ഐലൻഡിലാണ് ഞാൻ പഠിച്ചതും വളർന്നതും ഒക്കെ. കാരണം എൻ്റെ പപ്പ അവിടെയാണ് ജോലി ചെയ്തത്. അപ്പോൾ ഞാൻ സ്കൂളും എല്ലാം എൻ്റെ അവിടെ ആയിരുന്നു. അപ്പോൾ അവിടെ ആ സമയത്തൊന്നും കോളേജുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് എന്തായാലും പുറത്ത്, അതായത് നമുക്ക് ലക്ഷദ്വീപിൽ നിന്ന് പുറത്ത് കേരളത്തിൽ പോയി പഠിക്കണമായിരുന്നു. അപ്പോൾ എനിക്ക് അഡ്മിഷൻ കിട്ടിയത്, അതായത് ലക്ഷദ്വീപിലൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പഠിച്ച പിള്ളേർക്ക് ഇതുപോലെ അവിടെ നിന്ന് തന്നെ നമുക്ക് ഇഷ്ടമുള്ള കോഴ്സ്, ഇഷ്ടമുള്ള കോളേജൊക്കെ സെലക്ട് ചെയ്യാം മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ. പക്ഷേ ഞാൻ അവിടുത്തെ അല്ലാഞ്ഞതുകൊണ്ട് ആദ്യം അവിടുത്തെ ആൾക്കാർക്കാണ് പ്രയോറിറ്റി കൊടുത്തത്. അപ്പോൾ അവിടുത്തെ എല്ലാവരും സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കോഴ്സും കോളേജുകളും എല്ലാം കഴിഞ്ഞിട്ടുള്ള കുറച്ച് കോഴ്സുകളിൽ നിന്നാണ് ഞാൻ പിന്നെ സൈക്കോളജി സെലക്ട് ചെയ്തത്. എനിക്ക് അതാണ് പിന്നെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. അപ്പോൾ സൈക്കോളജി സെലക്ട് ചെയ്തിട്ട് കിട്ടിയത് എനിക്ക് ട്രിവാൻഡ്രത്തായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് പോയി അഡ്മിഷൻ എടുത്തു. ഞാൻ അവിടെയാണ് 3 വർഷം പഠിച്ചതൊക്കെ. പക്ഷേ എൻ്റെ ഫാമിലി ആ സമയത്ത് ലക്ഷദ്വീപിൽ തന്നെയായിരുന്നു. കാരണം എൻ്റെ അനിയത്തി അവിടെ സ്കൂൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് നാൾ ഞാൻ ഡിഗ്രി കഴിയാറായപ്പോൾ എൻ്റെ ഫാമിലി വന്നു. എൻ്റെ പപ്പ VRS എടുത്തിട്ട് കോഴിക്കോട് വന്നു സെറ്റിലായി. എൻ്റെ നാട് കോഴിക്കോടാണ്. അപ്പോൾ അവിടെ സെറ്റിലായി, വീടൊക്കെ എടുത്ത് സെറ്റിലായി. പിന്നെ എൻ്റെ അനിയത്തി അവിടെയാണ് സ്കൂളിൽ പോയതൊക്കെ. അപ്പം ഈ 3 ഇയേഴ്സ് കഴിഞ്ഞപ്പം ഞാൻ പഠിച്ച സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു എറണാകുളത്ത്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ ജർമ്മൻ ലാംഗ്വേജിനെ പറ്റി അറിയുന്നത്. അതായത് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചാൽ നമുക്ക് ജർമ്മനി പെട്ടെന്ന് പോവാം, അങ്ങനെയാണ് ഇങ്ങനെയാണ് സ്റ്റൈപ്പൻഡ് കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ അടിപൊളിയാണല്ലോ, മാത്സും ഫിസിക്സ് ഒന്നും അല്ലല്ലോ, ലാംഗ്വേജ് അല്ല, അതൊക്കെ സിമ്പിളായിട്ട് പഠിക്കാമെന്നും പറഞ്ഞ് ഞാൻ തന്നെ എറണാകുളത്തൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിച്ച് അവിടെ പോയി പഠിച്ചു. A1 കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഏറ്റവും ഒക്കെ ആയപ്പോൾ മനസ്സിലായി ഇതിലും ഭേദം മാത്സ് ആയിരുന്നു എന്നുള്ളത്. കാരണം നല്ല പാടായിരുന്നു. എനിക്കൊക്കെ ഗ്രാമർ പഠിച്ചെടുക്കാൻ നല്ല പാടായിരുന്നു. കാരണം പുതിയൊരു ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം പിന്നെ എനിക്ക് മനസ്സിലായി പാളി, ഒരാവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. പക്ഷെ ഞാൻ പിന്നീട് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ എനിക്ക് പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് പോയി. അവിടെ ഞാൻ B2 വരെ കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ എനിക്ക് എക്സാം എഴുതാനുള്ള ഒരു കോൺഫിഡൻസും ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് അപ്പോഴും ഒരു കോൺഫിഡൻസ് ഉണ്ടായിട്ടില്ല. എന്താ പറയുക, നമുക്ക് എക്സാമിന് അറിയാലോ നല്ല പാടായിരിക്കും. ഒരുപാട് പഠിക്കുന്ന പിള്ളേർ, എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇതുപോലെ ഫെയിലായെന്നൊക്കെ അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. ഞാൻ അതിനും പൈസ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അതിന് മുതിർന്നില്ല. ഞാൻ പിന്നെ സ്റ്റോപ്പ് ചെയ്തു. അപ്പം അതിനുവേണ്ടി കുറേ വർഷം ഞാൻ കളഞ്ഞു, കുറേ സമയം കളഞ്ഞു. അപ്പോൾ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ പിന്നെ എന്താ ചെയ്യുക എന്നുള്ള ഇതിൽ നിന്നപ്പോൾ ഞാൻ ഇറ്റലിയിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടി. എനിക്ക് അഡ്മിഷനും കാര്യങ്ങളും എല്ലാം കിട്ടിയതാണ് കോളേജിൽ നിന്ന്. പക്ഷേ എൻ്റെ ഏജൻസി ഉടായ്പായിരുന്നു. അതുകൊണ്ട് അവർ വെച്ച പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ട് എനിക്ക് റിജക്ഷൻ ആയി വിസ. പിന്നെ വീണ്ടും ഭയങ്കര വിഷമത്തിലായി. എല്ലാവരും ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ അപ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്തു, നാട്ടിൽ കുറച്ച് ജോലിക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ലേ. അപ്പോൾ എന്തെങ്കിലും ശരിയാവുന്ന വരെ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ വീട്ടുകാരോട് പൈസ ചോദിക്കാനും ഒരു മടി, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ പിന്നെ നാട്ടിൽ ഇതുപോലെ ടെലികോളിങ്ങും സ്റ്റുഡൻറ്റ് കൗൺസിലറായിട്ടും ക്ലൈൻറ്റ് കോർഡിനേറ്ററായിട്ടും ഒക്കെ കുറേ അങ്ങനെ ജോലിക്കൊക്കെ പോയി. ഇവൻറ്റ് മാനേജ്മെൻറ്റൊക്കെ പോകുമായിരുന്നു. അങ്ങനെയൊക്കെ പോയിക്കൊണ്ട സമയത്താണ് എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ അറിഞ്ഞത് ഇങ്ങനെ അർമേനിയ എന്ന് പറഞ്ഞൊരു കൺട്രി ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഈ വിസയാണ്, നമുക്ക് പെട്ടെന്ന് പോവാം, പക്ഷേ അവിടെ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു ഓക്കെ ഇവിടെ നിന്ന് കുറച്ചാൾ മാറി നിൽക്കാം, വലിയ ചിലവൊന്നുമില്ലല്ലോ, ഫ്രണ്ട്സ് അവരൊക്കെ തന്നെയാണ് എല്ലാം ചെയ്തു തരാം, വലിയ ചിലവൊന്നുമില്ലല്ലോ, ഓക്കെ കുറച്ചാൾ മാറി നിൽക്കാം, എന്തായാലും ശരിയാവുന്നവരെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് പോയി. അപ്പോൾ അവിടെ പോയപ്പോൾ വിൻ്റർ ടൈമായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് വിൻ്റർ എക്സ്പീരിയൻസ് ചെയ്ത് അവിടെ നിന്നാണ്. അതിനെനിക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട്. കാരണം നമ്മൾ TV-ലൊക്കെ മഞ്ഞൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ജോലി ആ സമയത്ത് ഇല്ലായിരുന്നു, കുറവായിരുന്നു വിൻ്റർ ആയതുകൊണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ജോലിയൊക്കെ കിട്ടി. നല്ലപോലെ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു അവിടെ നല്ലപോലെ. കാരണം ജർമ്മനിയിലുള്ള ഒരു ജർമ്മൻ റെസ്റ്റോറൻ്റ് ഉണ്ട് ജർമ്മനിയിലുള്ള, അതിൻ്റെ ഒരു ഫ്രാഞ്ചൈസി അവർക്ക് അവിടെ ഉണ്ട്. അവിടെയാണ് ഞാൻ വർക്ക് ചെയ്തത്. റെസ്റ്റോറൻറ്റ് പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ അവിടെ ഞാൻ വർക്ക് ചെയ്തത്. എനിക്ക് 14-15 മണിക്കൂർ ഷിഫ്റ്റ് ആയിരുന്നു. രാവിലെ 6 മണിക്ക് തുടങ്ങിയ വെളുപ്പിന് 2 മണിക്ക് വരും. കണ്ടിന്യൂസ് 4-5 ദിവസം പോകുമായിരുന്നു. ഇടയ്ക്ക് ലീവ്, അങ്ങനെ ഭയങ്കര സ്ട്രെസ് ആയിരുന്നു. എന്താ പറയുക, ചിലപ്പോൾ ഫുഡ് പോലും കഴിക്കാൻ പറ്റത്തില്ല, ചിലപ്പോൾ ഒരു ഫുഡ് തരത്തില്ല. അവർക്ക് ഇന്ത്യൻസിനോട് കുറച്ച് ഇതായിരുന്നു. അങ്ങനെയൊക്കെ ഭയങ്കര പട്ടിണിയൊക്കെ കിടന്ന് ഒരുപാട് ടോർച്ചർ അനുഭവിച്ച് കരഞ്ഞ്
നിലവിളിച്ചൻ ഒരുപാട് ടോർച്ചർ അനുഭവിച്ചു. എന്നിട്ട് ഞാൻ പിടിച്ച് നിന്നു. എനിക്ക് വീട്ടിൽ പോകാൻ പറ്റത്തില്ല, അങ്ങനെ പിടിച്ച് നിൽക്കണം എന്ന രീതിയിൽ ഞാൻ ഒരു 8-9 മാസത്തോളം അവിടെ നിന്നു. എന്നിട്ട് അവിടെ തന്നെ നിൽക്കാൻ വേണ്ടിയും അവിടെ നിന്ന് പഠിക്കാൻ വേണ്ടി ഒക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷെ എല്ലാം ഇങ്ങനെ ഒന്നും ശരിയാവുന്നില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിലൊരു വിഷമത്തിലിരുന്ന സമയത്താണ് ഇതുപോലെ ഔപ്പേറിനെ പറ്റി, ഓൾറെഡി എനിക്ക് ഔപ്പേറിനെ പറ്റി അറിയായിരുന്നു, പക്ഷേ അതത്ര സേഫ് അല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതിന് പോകാണ്ടിരുന്നതാണ്. പിന്നെ ഒരു വഴിയില്ല, ഞാൻ പിന്നെ ഓർത്ത് ഓക്കെ ഔപ്പേറിന് നോക്കിയാലോ. അപ്പം എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഇങ്ങനെയൊക്കെ പറഞ്ഞറിഞ്ഞു നമുക്ക് ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പോകാൻ പറ്റും, അങ്ങനെ 1-2 പേര് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ഓക്കെ അവസാനമായിട്ട് ഇതും കൂടെ ട്രൈ ചെയ്യാം എന്ന രീതിയിൽ ഞാൻ തന്നെ, ഇതുപോലെ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അപ്പോൾ അവൻ ഇതുപോലെ ഫാമിലിയൊക്കെ കണ്ടുപിടിച്ച് തരാൻ തുടങ്ങി. അപ്പോൾ ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് നല്ലൊരു ഫാമിലി കിട്ടി. അടിപൊളി ഫാമിലി ആയിരുന്നു. അവർക്ക് ആകെ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നുള്ളൂ, ലൈസൻസ് വേണം. എനിക്ക് ലൈസൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിസ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളെല്ലാം എടുത്തു. അവർ പേപ്പേഴ്സൊക്കെ എൻ്റെ വീട്ടിലോട്ട് അയച്ചു. പിന്നെ ഞാൻ നാട്ടിലോട്ട് തിരിച്ചു വന്നു. കാരണം അവിടെ നിന്ന് വെക്കാൻ പറ്റുമോ ഞാൻ നോക്കി, ഇന്ത്യയിലോട്ട് വരാതെ തന്നെ, പക്ഷെ അവിടെ നിന്ന് വെക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ നാട്ടിലോട്ട് തിരിച്ചു വന്നു. നാട്ടിലോട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഇതുപോലെ ലൈസൻസിന് വേണ്ടി ഞാൻ പോയി. എൻ്റെ ദൈവമേ, ഞാൻ RT ഓഫീസിൽ കയറി ഇറങ്ങി കൈയും കാലൊക്കെ പിടിച്ച്, കാരണം ലേണേഴ്സിൻ്റെ ഡേറ്റ് കിട്ടാനൊക്കെ പാടാ. അത് കഴിഞ്ഞ് ടെസ്റ്റ് ഡേറ്റ് ഇട്ട് അതിലും വലിയ പാടാ. അപ്പോൾ എനിക്ക് 2 മാസത്തുള്ളിൽ എല്ലാം ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ ടിക്കറ്റ് കാണിച്ചാലും ഇവർക്ക് ഭയങ്കര ഇതായിരുന്നു. ഇവർ കുറേ നമ്മളൊക്കെ കയറി ഇറങ്ങി ഭയങ്കര, ഞാൻ കരഞ്ഞ് കാലൊക്കെ പിടിച്ച് ഭയങ്കരമായിരുന്നു. ഞാൻ ലാസ്റ്റ് കിട്ടി, ലൈസൻസ് കിട്ടി. അത് അവർ കാരണം കേട്ടോ കിട്ടിയത്. അവരങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ അത് എടുക്കാനുള്ള കാര്യം പോലും ആലോചിച്ചു, അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴേ ഒന്നും എടുക്കത്തില്ലായിരുന്നു. ലൈസൻസ് കിട്ടി. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ടെൻഷൻ വിസ കിട്ടുമെന്നുള്ളതായിരുന്നു. കാരണം പൊതുവേ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് വേണമല്ലോ. അതുകൊണ്ട് എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, ഒരു പ്രതീക്ഷയേ ഇല്ലായിരുന്നു. റിജക്ഷൻ ആവും തന്നെ പ്രതീക്ഷ ഞാനിരുന്നു. കാരണം ഇറ്റലിയുടെ ഞാൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ അത് റിജക്ഷൻ ആയിപ്പോയി. എനിക്ക് ഭയങ്കര ഡിപ്രഷൻ ആയിപ്പോയി. അപ്പോൾ ഞാൻ കിട്ടില്ല എന്നല്ല പ്രതീക്ഷിച്ചിരുന്നപ്പോഴാണ് വിസ കിട്ടി. എനിക്കത് ഭയങ്കര സന്തോഷമായി. കാരണം ഒന്ന് ആലോചിക്കും, ഞാൻ അത്രയും നമ്മൾ ജർമ്മനിയിൽ വരണം അത്രയും ആഗ്രഹിച്ചിരുന്നൊരു കാര്യം നടന്നു എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. കാരണം ഒരുപാട് അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്തു, ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് എല്ലാ തരത്തിലുള്ള വിഷമങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഫൈനലി എനിക്കത് കിട്ടി. അതിന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോഴും എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, ഫാമിലി നല്ലതാണോ. പക്ഷെ അതിലും വലിയ ഭാഗ്യമാണ്. ഇത്ര നാളും കഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കും ദൈവം എനിക്ക് നല്ലൊരു അടിപൊളി ഫാമിലി തന്നു. ഇവിടെ എനിക്ക് പണി കുറച്ച് കൂടുതലാണെന്നുള്ളൂ, പക്ഷേ ഫാമിലി അടിപൊളി. അവരെനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. അവരിവിടെ നിന്ന് തന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചു. ഇവിടുത്തെ സൈഡൊക്കെ വേറെയാണല്ലോ, ഇവരുടെ കാറിൽ എന്നെ ഡെയിലി പഠിപ്പിക്കുമായിരുന്നു. ഞാനാണിപ്പോൾ സ്വന്തമായിട്ട് കാർ ഓടിച്ച് പോകുന്നത്. ലൈഫിലൊരിക്കലും കാർ ഓടിക്കുന്ന പോലും ചിന്തിക്കാത്ത ഞാൻ ജർമ്മനിയിൽ കാർ ഓടിക്കുന്നതും അതൊക്കെ എനിക്ക് ഭയങ്കര പ്രൗഡാണ്. അപ്പം ഞാൻ പണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടെങ്കിലും ഇപ്പം എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, എന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ഇതിൻ്റെ ഇടയ്ക്ക്. 1-2.5 വർഷത്തോളം എടുത്തു. ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു, ഒരുപാട് സ്ഥലങ്ങളിൽ പോയി, ഒരുപാട് വിഷമങ്ങളുണ്ടായി, ഒരുപാട് കാര്യങ്ങളുണ്ടായി. ഈ ഒരു 23 വയസ്സിനിടയ്ക്ക് ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് എക്സ്പീരിയൻസ് എനിക്കുണ്ടായി. പക്ഷെ ഞാനിവിടെ എത്തി. എത്ര സമയം എടുത്തിട്ട് ഞാൻ എത്തി. അപ്പം എനിക്ക് പറയാനുള്ളത്, ഇത് എളുപ്പമല്ല. ചിലർക്ക് ഒരുപാട് സമയം എടുക്കും, പറയുന്ന പോലെ ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല എന്നൊക്കെ പറയുന്ന പോലെ എല്ലാത്തിനും ഒരു സമയമുണ്ട്. നമുക്ക് ആഗ്രഹമുള്ള കാര്യം നമ്മൾ അറിഞ്ഞുകൊണ്ട് ആരും ഉപദ്രവിക്കാതെ എല്ലാവർക്കും നല്ലത് ചെയ്ത് നമ്മുടെ വീട്ടുകാരെയും വേദനിപ്പിക്കരുത്. നമ്മുടെ ആഗ്രഹം നമ്മൾ നടക്കാൻ വേണ്ടി അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് കിട്ടും. അതിപ്പം എത്ര ലേറ്റ് ആയാലും, ഇനി 30-ാം വയസ്സിലാണെങ്കിലും അത് നിങ്ങൾക്ക് കിട്ടും. വയസ്സെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു നമ്പർ മാത്രമാണ്. നമുക്ക് ഏത് വയസ്സിൽ വേണമെങ്കിലും സെറ്റിൽ ആവാം. അത് എത്ര സമയം എടുത്താലും നിങ്ങൾക്ക് കിട്ടും, ഉറപ്പായിട്ട് കിട്ടും. ഇനി അത് കിട്ടിയില്ല, നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ട്, നിങ്ങൾ ആരും ഉപദ്രവിക്കാതെ നല്ല മനസ്സോടെ എല്ലാം ചെയ്ത് കഷ്ടപ്പെട്ട് സിൻസിയറായി നിന്നിട്ട് നിങ്ങൾക്ക് അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തോ നല്ലത് കിട്ടും, ഉറപ്പാണ്. നിങ്ങൾക്ക് നല്ലൊരു എന്തായാലും കിട്ടും. എനിക്ക് ഇത്രയൊക്കെ ചെയ്ത് എനിക്ക് ഇവിടെ എത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും എത്താൻ പറ്റും. ഒരു കാര്യം പറഞ്ഞോളൂ, ആരും ഹേർട്ട് ചെയ്യരുത്, അറിഞ്ഞുകൊണ്ട് ആരും ഹേർട്ട് ചെയ്യരുത്. മനസ്സിൽ നന്മ ചെയ്യുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കിട്ടും, ഉറപ്പായിട്ടും. അതിന് ഞാൻ ഗ്യാരണ്ടി, പ്രീതിക്ക് ഞാൻ ഗ്യാരണ്ടി എന്നൊക്കെ പറയുന്നത്, അത് ഞാൻ ഗ്യാരണ്ടി, എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ആൾക്കാർ പലതും പറയും, നമ്മുടെ ചുറ്റുള്ള ആൾക്കാർ പലതും പറയും. കാരണം നാക്കുള്ളിടത്തോളം ആൾക്കാർക്ക് എന്തും പറയാം, പലതും പറയും. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യരുത്. നമുക്ക് ശരിയെന്ന് തോന്നുന്നു നമ്മൾ ചെയ്യുക. നമ്മുടെ വീട്ടുകാരെ മാത്രം നോക്കുക, നമ്മുടെ ചുറ്റും നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരെ നോക്കുക, അവരാരും വേദനിപ്പിക്കാതിരിക്കുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഇനി അഥവാ ഞാൻ പറഞ്ഞ പോലെ കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്കൊന്നും കിട്ടില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കരുത്. നമുക്കൊന്നും ജീവിതം അവസാനിച്ചിട്ടില്ല, വിഷമിക്കരുത്. നിങ്ങൾക്ക് ഒരു ദിവസം എല്ലാം കിട്ടും. നിങ്ങൾ ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിൽ അതിലും വലിയൊരു സന്തോഷം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ. ഇത് ഞാനിപ്പോൾ എന്തിനാ പറഞ്ഞതുപോലെ എനിക്കറിയില്ല, ജസ്റ്റ് ഇങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഇപ്പം എന്നെപ്പോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പേര് കാണും. ഇത്രയും വർഷമായിട്ട് വെയിറ്റ് ചെയ്തിട്ട് എവിടെയും പോകാൻ പറ്റാത്തവർ, പാർക്കിങ്ങിലൊക്കെ ചെറിയൊരു ഹോപ്പ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തൊരു വീഡിയോ ആണ്. നല്ലതാണോ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ചാനലിൽ 1000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്. എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണല്ലോ നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത്, അതിലൊരുപാട് സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന മെസ്സേജസ് ആണെങ്കിലും, ചേച്ചി എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നതാണെങ്കിലും എനിക്കതൊക്കെ ഭയങ്കര വലിയ കാര്യം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പോഴാണ് എൻ്റെ കുറേ സന്തോഷം, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമ്മളെ വാല്യൂ ചെയ്യാത്തടുത്ത് നമ്മൾ നിൽക്കരുത്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, മുന്നോട്ട് പോവുക, സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുക. ലൈഫ് ഒന്നേ ഉള്ളൂ. പല വിഷമങ്ങളുണ്ടാവും, അതൊക്കെ മറക്കുക. അതൊന്നും എൻ്റെ അല്ല. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും.
അപ്പം ഒരുപാട് സന്തോഷമുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. എൻ്റെ കുറേ ഫ്രണ്ട്സ് എന്നെ സപ്പോർട്ട് ചെയ്ത കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അതായത് സജഷൻസ് പറയുന്നവരുണ്ട്, ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും, അങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും. അതും എനിക്ക് ഭയങ്കര സന്തോഷമാണ്, കാരണം അത് വെച്ചിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും വീഡിയോ കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ നോക്കുന്നത്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ പറയാം, എന്ത് വേണേലും പറയാം, മെസ്സേജ് അയക്കാം, കമൻറ്റ് ഇടാം, എല്ലാം ചെയ്യാം. അപ്പം അത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ. ഇത് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.